പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 140 മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തന്ത്രങ്ങളാണ് UDF മെനയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടാക്കനിയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കുമെന്ന സൂചനയാണ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി നൽകുന്നത്. യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സ്വീകാര്യനായ യുവജനങ്ങളുടെ ഹരമായ ഒരു നേതാവായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ധർമ്മടത്ത് മത്സരിക്കുക എന്നാണ് വസന്ത് പറയുന്നത്. കെ സുധാകരന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകളാണ് ധർമ്മടത്തേക്കുള്ള സാധ്യതകളായി പറയുന്നതെന്നും വസന്ത് സൂചിപ്പിച്ചു. ഇരുവരെയും പോലെയുള്ള ട്രബിൾ ഷൂട്ടർമാരാണ് മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ ധർമ്മടം ഒരു വലിയ പോരാട്ട വേദിയായി മാറുമെന്ന പ്രത്യാശയും വസന്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഭരണം അഖില ലോകങ്ങളിലും യശസ് ഉയർത്തിയതാണെങ്കിൽ ധർമ്മടം മാറി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന വെല്ലുവിളിയും വസന്ത് തെങ്ങുംപള്ളി ഉയർത്തുന്നുണ്ട്. ധർമ്മടം ആരുടെയും കുത്തകയല്ലെന്നും അവിടെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് കാഴ്ചവെക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സർക്കാരിനെതിരായ ജനവികാരം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കേണ്ടത് ഭരണത്തിന്റെ നാഥനായ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തിലാണ്. പിണറായി വിജയനെ ധർമ്മടത്ത് പരാജയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി 139 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിന് വിലയില്ലാതാകുമെന്ന നിരീക്ഷണവും വസന്ത് മുൻപോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ എതിർപ്പല്ല, മറിച്ച് ഈ സർക്കാരിന്റെ ഭരണകൂടത്തെ നയിക്കുന്ന ലീഡറെ പരാജയപ്പെടുത്തുക എന്നതാണ് UDFന്റെ പ്രഥമ ലക്ഷ്യം. കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെയോ KPCC പ്രസിഡന്റെയോ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന വെല്ലുവിളിയും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൃത്യമായി പ്രതിഫലിക്കുക പിണറായി വിജയൻ എന്ന മുഖം കാണുമ്പോഴാണ്. പെൻഷൻ കിട്ടാതെ വലയുന്ന പാവപ്പെട്ടവരും മാസങ്ങളായി വേതനം ലഭിക്കാത്ത ആശാ വർക്കർമാരും സർക്കാരിനെതിരെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പിണറായിയുടെ തോൽവിക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് വസന്ത് തെങ്ങുംപള്ളി പറയുന്നത്. അടുത്ത നിയമസഭയിൽ KK ശൈലജയും KN ബാലഗോപാലും ഉണ്ടാകില്ലെന്ന ഉറച്ച നിലപാടാണ് വസന്ത് തെങ്ങുംപള്ളി പങ്കുവെക്കുന്നത്. KK ശൈലജ തോൽക്കാത്ത നേതാവാണെന്ന CPM പ്രചാരണങ്ങളെ ചരിത്രം നിരത്തി അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. 2004 K സുധാകരനോടും പിന്നീട് സണ്ണി ജോസഫിനോടും വടകരയിൽ ഷാഫി പറമ്പിലിനോടും വലിയ മാർജിനിൽ പരാജയപ്പെട്ട ചരിത്രമാണ് ശൈലജ ടീച്ചർക്കുള്ളത്. K സുധാകരന്റെ സീറ്റിൽ ശൈലജയെ മത്സരിപ്പിക്കാൻ CPM ഒരുങ്ങുന്നത് അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനാണോ എന്ന സംശയവും തെങ്ങുംപള്ളി പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നുപോലും മാറ്റി നിർത്തപ്പെട്ട ശൈലജ ടീച്ചർക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. കൂടാതെ PP കിറ്റ് അഴിമതിയും ആയുഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ CAG റിപ്പോർട്ടും അവർക്കെതിരെയുള്ള ശക്തമായ ആയുധങ്ങളായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും വസന്ത് പറഞ്ഞു. കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ വലിയ പരാജയം നേരിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചു കഴിഞ്ഞു. ഐഷ പോറ്റിയുടെ വ്യക്തിപ്രഭാവവും മന്ത്രിക്കെതിരെയുള്ള ജനവികാരവും ഒത്തുചേരുമ്പോൾ KN ബാലഗോപാലിന് വിജയം അസാധ്യമാകും. കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ തകർത്ത ധനമന്ത്രി എന്ന നിലയിൽ ബാലഗോപാലിനെതിരെ കനത്ത പ്രതിഷേധമാണ് മണ്ഡലത്തിലുള്ളത്. അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ CPM പ്രവർത്തകർ പോലും വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്നും വസന്ത് തെങ്ങുംപള്ളി ചൂണ്ടിക്കാട്ടി. മരുമകനാണ് ഭരണം നിയന്ത്രിക്കുന്നത് എന്ന ആക്ഷേപം CPM അണികൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന വസ്തുതയും അദ്ദേഹം തുറന്നുകാട്ടി. ഈ സർക്കാരിലെ 1 ഡസനിലധികം മന്ത്രിമാർ ഇത്തവണ പരാജയപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പറവൂരിൽ VD സതീഷിനെതിരെ ബിനോയ് വിശ്വത്തിന്റെ മകൻ സുനിൽകുമാറിനെ ഇറക്കി പരീക്ഷിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിമാരുടെയും തട്ടകങ്ങളിൽ തന്നെ അവരെ വീഴ്ത്താൻ കരുത്തുറ്റ നേതാക്കളെ അണിനിരത്തുകയാണ് UDF. രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. 140 സീറ്റിലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് മത്സരരംഗത്തുള്ളത്. ഭരണവിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ UDFന് സാധിച്ചാൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ടീമും നിയമസഭയ്ക്ക് പുറത്താകുമെന്ന് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി അടിവരയിട്ട് പറയുന്നു.